തട്ടിക്കൂട്ട് ഫുഡ് ഉണ്ടാക്കൽ എപ്പിസോഡ് 2. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കിയത് ഒരു തട്ടിക്കൂട്ട് ക്യാരറ്റ് ഹൽവയാണ്. അത് കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടു നോക്കേ. നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്ന ഒരു സാൻഡ്വിച്ചാണ്. ഭാഗ്യത്തിന് ഇതുണ്ടാക്കുന്ന ദിവസം വീട്ടിൽ ഞായറാഴ്ച തന്നെ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം തന്നെ കുറച്ച് ചിക്കൻ എടുത്ത് ഉപ്പും മുളകൊക്കെ ഇട്ട് മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. ഇതിൻ്റെ കൂടെ തന്നെ വെജിറ്റബിൾ ആയിട്ട് ക്യാരറ്റും ക്യാബേജൊക്കെ ഇടാനോട് ഓർക്കുക. പക്ഷേ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഒരു തക്കാളിയും സവാളയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു പാനിൽ എണ്ണ ഒഴിച്ചാൽ ചിക്കനൊക്കെ പൊരിച്ചെടുക്കാം കേട്ടോ. അതിന് കൂടെ തന്നെ മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 വെളുത്തുള്ളി, ഒരു മുട്ടയും കുറച്ച് ഉപ്പും വെച്ച് നല്ലൊരു ബീറ്റ് ചെയ്തെടുക്കാവേ. നിങ്ങൾക്ക് വേണമെങ്കിൽ തിക്കായിട്ടാണെങ്കിൽ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ച് ബീറ്റ് ചെയ്യാം. ഞാൻ കുറച്ച് വെള്ളമായിട്ടാണ് ഇതാക്കിയേക്കുന്നത്. അപ്പോൾ എണ്ണ കുറച്ച് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നിങ്ങളുണ്ടാക്കിയ ചിക്കനില്ല അതൊന്ന് ചെറുതായിട്ട് ഉടച്ചെടുക്കണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ട് ഉടച്ചെടുക്കാം കേട്ടോ. ഞാൻ കല്ലും കൊണ്ടാട്ടോ ഉടച്ചത്. അത് കഴിഞ്ഞിട്ട് ഒരു പാനിൽ നെയ്യ് ഒഴിച്ച് ബ്രെഡ് പൊരിച്ചെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യോ ബട്ടറോ ആയിരിക്കും ഉപയോഗിക്കട്ടോ. എൻ്റെ കയ്യിൽ നെയ്യുള്ളാറ് ഞാൻ നെയ്യാട്ടോ ഉപയോഗിച്ചത്. അത്രേ ഉള്ളൂ സംഭവം. ഇനി ആ ബ്രെഡിൽ കുറച്ച് മയോണൈസും തേച്ച് ചിക്കൻ ഇട്ട് തക്കാളി ഇട്ട് ഞാൻ ഒരു ചീസ് എടുക്കണ്ടായിരുന്നു കേട്ടോ. ആ ചീസും ഇട്ട് സവാളയും ഇട്ട് നിങ്ങൾക്ക് അടച്ചു വെച്ചാൽ മതി കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടേതായ മോഡിഫിക്കേഷനൊക്കെ ഇതിൽ ചെയ്യാം കേട്ടോ. അത് ഞാൻ ചീസ് മെൽറ്റാൻ വേണ്ടിയിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ചീസി ആയിട്ടുള്ള ക്രീമി സാൻഡ്വിച്ച് കിട്ടും കേട്ടോ. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റുമേ. അപ്പം ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. എന്നൊക്കെ ബൈ.